വചനത്തിനകത്ത് നമുക്കൊന്ന് തുടങ്ങാം. പഴയ നിയമവും പുതിയ നിയമവും കൂടെ ഒന്നിച്ച് നമുക്ക് ചേർത്ത് വെച്ച് നോക്കി പോകാം. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 18 തൊട്ട് 24 വരെയുള്ള വാക്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധയിൽ കൊണ്ടുവരുമ്പോൾ, ജെനസിസ് ചാപ്റ്റർ 2 വേഴ്സ് നമ്പേഴ്സ് 18 until 24, 8-ാം വാക്യം വേഴ്സ് നമ്പർ 18 ഇങ്ങനെ പറയുന്നു: Then the Lord God said, It is not good for the man to be alone. I will make a helper who is just right for him. അനന്തര യഹോവയായ ദൈവം, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, ഞാൻ അവന് തക്കതായ ഒരു തുണ ഉണ്ടാക്കി കൊടുക്കും എന്ന് അരുളി ചെയ്തു. ഞാൻ ഇന്നൊരു കുറച്ചേ ഒന്ന് തൊടുന്നുള്ളൂ, കുറച്ച് സമയമുള്ളൂ നമ്മുടെ മുമ്പില്. ആദ്യമായിട്ട് ദൈവരാജ്യത്തിനകത്ത് വിവാഹത്തിനെ കുറിച്ച് പറയുന്നത് ഐക്യതയാ. ഹല്ലേലൂയ. യൂണിറ്റി അല്ലെങ്കിൽ വൺനെസ്. ഹല്ലേലൂയ. ഇവിടെ വചനം പറയുന്നു, ദൈവം ഇങ്ങനെ പറഞ്ഞു: നല്ലതല്ല മനുഷ്യൻ ഒന്നായിരിക്കുന്നേ, ഞാൻ അവനൊരു തക്ക തുണയെ കൊടുക്കും. ഹല്ലേലൂയ. ഇന്ന് നമ്മളൊക്കെ കല്യാണം കഴിച്ച് ജീവിക്കുന്ന നമ്മുടെ ഭർത്താവോ ഭാര്യയോ നമ്മുടെ തക്ക തുണയാ. ഇന്നൊന്ന് പറഞ്ഞേ, എൻ്റെ തക്ക തുണയാ. ഹല്ലേലൂയ. ഇന്ന് വിവാഹം നടക്കാത്ത കുഞ്ഞുങ്ങളെ ഓർത്തിട്ട് പറഞ്ഞേ, എൻ്റെ കുഞ്ഞിന് തക്ക തുണയെ ദൈവം കൊടുക്കും. ഇന്ന് കല്യാണം കഴിക്കാത്ത ആരെങ്കിലും തക്ക തുണയെ ദൈവം കൊടുക്കും. ഇന്ന് കല്യാണം കഴിക്കാത്ത ആരെങ്കിലും കയറി ഇന്ന് ഇരിപ്പുണ്ടെങ്കിൽ ബലത്തോടെ പറയണം, എൻ്റെ ദൈവം എനിക്ക് തക്ക തുണയെ തരും. ഹല്ലേലൂയ. തക്ക തുണയാ, പെർഫെക്റ്റ് ഹെൽപ്പർ എന്ന് പറഞ്ഞാൽ ആ വ്യക്തിക്കകത്ത് ഒരു കുറവുമില്ല. എല്ലാ കുറവും ക്രിസ്തുവിൽ തീർത്തിട്ട്, എല്ലാ കുറവും ക്രിസ്തുവിൽ തീർത്തിട്ട് തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ കല്യാണം കഴിച്ചിരിക്കുന്ന ഭാര്യയോ ഭർത്താവോ ആ വ്യക്തിയുടെ സകല കുറവും നികത്തിയിട്ട് കർത്താവ് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഇനി നമ്മുടെ ഹൃദയത്തിനകത്ത് ആ വ്യക്തിയെ കുറിച്ച് ഈ പോരായ്മയുണ്ടല്ലോ, പോരായ്മ തീർക്കുന്നത് നല്ലവനായ ദൈവമാ. ഹല്ലേലൂയ. മനുഷ്യരല്ല. മനുഷ്യരോട് ചെന്ന് ഹല്ലേലൂയ പറയുക കുറവുള്ളതാ, ഇങ്ങനെ കുറവുണ്ടെന്ന് പറഞ്ഞാൽ അവര് കേൾക്കും. പ്രാർത്ഥനയിൽ ഓഫ്കോഴ്സ് ആരെങ്കിലും വിശ്വാസമുള്ള ഒരാളോട് പറയാൻ സാധിക്കും, ഇങ്ങനൊരു കുറവുണ്ട് കേട്ടോ, ഒന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. ആ വ്യക്തി വേറെ ആരോടും പറയത്തില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കണം. പബ്ലിസിറ്റി കൊടുക്കാനുള്ളതല്ല. ദൈവസന്നിധിയിൽ ചെന്നിട്ട് പറയണം, എൻ്റെ ദൈവമേ, നീ എന്നോട് പറഞ്ഞത് ഹല്ലേലൂയ, ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 18-ാം വാക്യം പറഞ്ഞിട്ടുണ്ടല്ലോ, തക്ക തുണയാണെന്ന്. നിങ്ങൾക്കറിയോ, പരിശുദ്ധാത്മാവിനെ കുറിച്ചും തക്ക തുണയെന്നാ പറയുന്നത്. പെർഫെക്റ്റ് ഹെൽപ്പർ എന്നാ യേശു കർത്താവ് പറഞ്ഞ്. യേശു കർത്താവ് പറഞ്ഞു, ഞാൻ ഇപ്പോ പോകുന്നു, പക്ഷെ നിങ്ങൾക്ക് ഞാനൊരു തക്ക തുണയെ ഞാൻ അയക്കും. അല്ലെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവിന് ചേർന്ന് നിൽക്കുന്ന ഒരു തുണയാ പരിശുദ്ധാത്മാവ്. വചനത്തിനകത്ത് സ്ത്രീയെ കുറിച്ചും ദൈവം എന്ന് പറഞ്ഞാൽ, ഒരു വിവാഹ ബന്ധത്തിനകത്ത് ഏറ്റവും നല്ല തുണയാ നമുക്ക് ഒരു പുരുഷന് കൊടുത്തിരിക്കുന്ന ഒരു ഭാര്യ, ഒരു ഭാര്യയ്ക്ക് കൊടുത്തിരിക്കുന്ന ഒരു ഭർത്താവ്. ആരും തമ്മിൽ വലുതോ കുറവോ ഒന്നുമില്ല. ദൈവം ഒരേപോലെ ഉണ്ടാക്കിയിരിക്കുന്ന, നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ നോക്കാം. പക്ഷെ തക്ക തുണിയാ ഉണ്ടാക്കിയിരിക്കുന്ന, നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ നോക്കാം. പക്ഷെ തക്ക തുണിയാ കൊടുത്തിരിക്കുന്നത്. ഇന്ന് ക്രിസ്തുവിന്റെ മണവാട്ടി സഭയ്ക്ക് കൊടുത്തിരിക്കുന്ന തക്ക തുണിയാ പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ, ഈ മണവാട്ടി സഭയുടെ എല്ലാ കുറവുകളും നികത്തുന്നത് പരിശുദ്ധാത്മാവ്. അങ്ങനെ എല്ലാ കുറവും നികത്തുന്നവളാ ഒരു സ്ത്രീ അല്ലെങ്കിൽ അവന്റെ ഭാര്യ. ഒരു ഭാര്യയുടെ എല്ലാ കുറവും നികത്തുന്നതാ ഒരു ഭർത്താവ്. ഹല്ലേലൂയ. ഭർത്താവിന്റെ കുറവുകള് പ്രദർശിപ്പിച്ച് നിർത്തിയിട്ട് ലോകം മൊത്തം കാണുന്ന വിധത്തില് നിർത്താനുള്ളതല്ല. ഭാര്യയുടെ കുറവും ലോകം മൊത്തം പ്രദർശിപ്പിച്ച് കാണിക്കാൻ കൊടുക്കുന്നതല്ല. ഹല്ലേലൂയ. തമ്മിൽ മറയ്ക്കാനും പൊതിയാനും ഉള്ളതാ കുടുംബജീവിതം. ഹല്ലേലൂയ. ഇതപ്പം ദൈവം പറയുക, ഞാൻ നിനക്കൊരു തക്ക തുണിയെ തരാം. എന്നിട്ട് അതിന്റെ താഴെയോട്ടുള്ള വരികൾ വായിക്കുമ്പോൾ ദൈവം അവിടെ ചെയ്ത ഒരു കാര്യം, ഒരുപാട് മൃഗങ്ങളെയും പക്ഷികളെയും ഒക്കെ കൊണ്ടുവന്ന് കൊടുത്തിട്ട് ആദമിനോട് പറഞ്ഞു, പേരിടാൻ പറഞ്ഞു. എന്നിട്ട് ദൈവം ഇങ്ങനെ ഒരു പക്ഷെ ഇങ്ങനെ നോക്കിയിരുന്ന് കാണും, ഈ വരുന്ന മൃഗമായിരിക്കും ഇവന്റെ തക്ക തുണ, ഈ വരുന്ന പൂച്ചയായിരിക്കും ഇവന്റെ തക്ക തുണ, ഈ വരുന്ന കിളിയായിരിക്കും ഇവന്റെ തക്ക തുണ എന്നൊക്കെ ഓർത്ത് ദൈവം ഇരുന്ന് കാണും. പക്ഷെ കണ്ടോ, അതിന്റെ പുസ്തകം 2-ന്റെ
20 ഇങ്ങനെ പറയുന്നു, he gave names to all the livestock, all the birds of the sky and all the wild animals, but still there was no helper just right for him. കണ്ടോ, ദൈവം അവിടെ വചനം എഴുതി വെച്ചിരിക്കുന്നു, ആദം എല്ലാ മൃഗങ്ങൾക്കും, ആ മനുഷ്യൻ എല്ലാ മൃഗങ്ങൾക്കും, ആദം എല്ലാ മൃഗങ്ങൾക്കും, ആ മനുഷ്യൻ എല്ലാ മൃഗങ്ങൾക്കും പേര് കൊടുത്തു, കിളികൾക്ക് പേര് കൊടുത്തു, എല്ലാ മൃഗങ്ങൾക്കും പേര് കൊടുത്തു. പക്ഷെ എങ്കിലും അവന് തക്കമായ തുണയെ അതിന്റെ ഇടയിൽ കണ്ടില്ല. മലയാളത്തിൽ എങ്ങനെയാ എഴുതിയിരിക്കുന്ന 20-ാം വാക്യം? എല്ലാത്തിനും പേരിട്ടു എങ്കിലും ഇല്ല. കണ്ടോ, അപ്പൊ ഓരോരുത്തര് പട്ടിയെ വളർത്തത്തില്ലേ, പൂച്ചയെ വളർത്തത്തില്ലേ, എന്നിട്ട് പറയോ സിംഗിൾ ആയിട്ട് ജീവിക്കുക. പക്ഷെ പട്ടിയുണ്ട്, പൂച്ചയുണ്ട്, കൂട്ടുണ്ട്, വെറുതെയാ. അതൊന്നും ദൈവരാജ്യത്തിനകത്ത് തക്ക തുണയല്ല. ഹല്ലേലൂയ. തക്ക തുണ ആരാണ്? അടുത്ത വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നു, ഹാലെ ഇതിനാണ് ദൈവരാജ്യത്തിനകത്തുന്നു, ഹാലെ ഇതിനാണ് ദൈവരാജ്യത്തിനകത്ത് വിവാഹത്തിനകത്ത് യൂണിറ്റി കാണിക്കുന്നത്. എന്താണ് ആ വാക്യം? അതിന്റെ 23-ാം വാക്യം, അവന്റെ എല്ലിൽ നിന്ന് ഒരു എല്ലിനെ എടുത്തിട്ട് അതിൽ നിന്നൊരു സ്ത്രീയെ ഉണ്ടാക്കിയിട്ട്, എന്നിട്ട് മനുഷ്യൻ കണ്ണു തുറന്ന് നോക്കിയിട്ട് പറഞ്ഞു, ഇനി അവളെ വുമൺ എന്ന് വിളിക്കും, സ്ത്രീ എന്ന് വിളിക്കും. എന്തിനാ സ്ത്രീ എന്ന് വിളിക്കുന്നത്? നാരി എന്ന് വിളിക്കും. എന്താ? നരനിൽ നിന്ന് എടുത്തത് കൊണ്ട് നാരി, അല്ലെങ്കിൽ പുരുഷനിൽ നിന്ന് എടുത്തത് കൊണ്ട് വുമൻ. ഹല്ലേലൂയ. ഉദരമുള്ള പുരുഷനിൽ നിന്ന് ഉദരമുള്ള ഒരുത്തിയെ എടുത്തത് കൊണ്ട്, അതാണ് അതിന്റെ ശരിക്കും അതിന്റെ ഹെബ്രൂ ട്രാൻസ്ലേഷൻ വരുന്ന അങ്ങനെ, ടേക്കൺ ഔട്ട് ഓഫ് മാൻ വിത്ത് എ വൂംബ്. ഹല്ലേലൂയ. വൂംബ് അല്ലെങ്കിൽ ഉദരമുള്ള മനുഷ്യനിൽ നിന്ന് എടുത്ത് ഒരു ഉദരമുള്ള ഒരു വ്യക്തിക്ക് സ്ത്രീ എന്ന് പറയുന്നു, അല്ലെങ്കിൽ വുമൻ എന്ന് പറയുന്നു. ഹല്ലേലൂയ. അപ്പം അവനെ പോലെ ഇരിക്കുന്നത്, പക്ഷെ അവൾക്ക് എന്താണ് വ്യത്യാസം? അവൾക്ക് ഉദരമുണ്ട് എന്ന് പറഞ്ഞാൽ അവൾക്ക് എന്താണ് വ്യത്യാസം? അവൾക്ക് ഉദരമുണ്ട് എന്ന് പറഞ്ഞാൽ അവൾക്ക് പ്രോക്രിയേഷൻ ചെയ്യാനുള്ള കൃപയുണ്ട്. പുരുഷൻ മാത്രമായിട്ട് ഏകനായി ജീവിച്ചാൽ അവനിൽ നിന്ന് കുഞ്ഞുങ്ങൾ ഉണ്ടാവത്തില്ല. അപ്പൊ ഈ സറോഗസി ഒക്കെ അല്ലെ, ബീജമൊക്കെ എടുത്തിട്ട് വേറെ സ്ത്രീയിൽ നിന്ന് കുഞ്ഞുങ്ങളെ ഒക്കെ ഉണ്ടാക്കി സൃഷ്ടിച്ചെടുക്കുന്ന, അതൊന്നും ദൈവരാജ്യത്തിന് യോജിച്ചതാവുന്നില്ലേ? വചനം എടുത്തു വെച്ചിട്ട് ആയുധമായിട്ട് ഉയർത്തിപ്പിടിച്ചിട്ട് പ്രാർത്ഥിക്കണം, കർത്താവേ ഹല്ലേലൂയ, ഒരു പുരുഷനിൽ നിന്ന് എടുത്തു ഉണ്ടാക്കിയ ഒരു സ്ത്രീ, അവൾക്ക് ഉദരം കൂടെ കൊടുത്തിട്ട് എന്തിനാ ദൈവം അവരെ ഉണ്ടാക്കിയത്? കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ വേണ്ടി, വർദ്ധിപ്പിക്കാൻ വേണ്ടി, പ്രൊക്രിയേഷന് വേണ്ടി, ഈ പ്രപഞ്ചം നിലനിൽക്കാൻ ഒരു രീതിയാണ് വിവാഹബന്ധം. ഹല്ലേലൂയ. കുടുംബത്തിനകത്ത് അപ്പം ദൈവത്തിൽ നിന്ന് മക്കൾ ഉണ്ടാവുന്ന, കല്യാണം കഴിക്കുന്നത് ദൈവത്തിന് യോഗ്യമാം വണ്ണമാ. അപ്പൊ അവര് ഒന്നാണെന്ന് കാണിക്കാൻ വേണ്ടിയാ പുരുഷന്റെ വാരിയലിനകത്തൂടെ ദൈവം ഒരു സ്ത്രീയെ മെനഞ്ഞെടുത്തിട്ട് അവരെ ഒന്നാക്കി തീർത്തത്. അല്ലേ? അതിന്റെ 24-ാം വാക്യം, ഉൽപ്പത്തി പുസ്തകം 2:24 പറയുന്നു, ഇതുകൊണ്ട്. ഏതുകൊണ്ട്? പുരുഷന്റെ എല്ലിനകത്തുനിന്ന് ഒരു സ്ത്രീയെ എടുത്തുണ്ടാക്കിയത് കൊണ്ട്, അവരെ ഒന്നായിട്ട് സൃഷ്ടിച്ചത് കൊണ്ട് ദൈവം പറയുന്നു, ഒരുവൻ അവന്റെ അപ്പനെയും അമ്മയും വിട്ടേച്ച് ഭാര്യയോട് അപ്പനെയും അമ്മയും വിട്ടേച്ച് ഭാര്യയോട് പറ്റിച്ചേർന്ന് അവര് രണ്ടുപേര് ഒന്നായി ജീവിക്കുന്നു. എന്താ അവൻ ചെയ്യുന്നത്? അവന്റെ അപ്പനെയും അമ്മയും വിട്ടേച്ച് സമൂഹത്തിന്റെ മുമ്പില് നിന്നിട്ട് അതേ ഞാൻ ഇവളെ എന്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. അതല്ലേ നമ്മൾ വിവാഹമൊക്കെ പബ്ലിക്കായിട്ടല്ലേ നടത്തുന്നത്, അല്ലാതെ പ്രൈവറ്റ് ആയിട്ട് രഹസ്യമായി അങ്ങനെ അല്ലല്ലോ. 10 പേരെ വിളിച്ചു കൂട്ടി നിർത്തി ലോകം മൊത്തം കാണുന്ന വണ്ണം കല്യാണ ബന്ധമൊക്കെ ഉറപ്പിച്ച് അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും മോതിരം മാറ്റുന്നു, മാല ഇടുന്നു, അവർ വൗസ് എക്സ്ചേഞ്ച് ചെയ്യുന്നു. എന്നിട്ട് അവർ പറയുന്നു, പുരുഷൻ പറയുന്നു, എന്റെ ഇല്ലായ്മയിലും എന്റെ കുറവിലും എന്റെ എല്ലാ ഇതിലും ഞാൻ ഇവളെ പറയുന്നു, എന്റെ ഇല്ലായ്മയിലും എന്റെ കുറവിലും എന്റെ എല്ലാ ഇതിലും ഞാൻ ഇവളെ കരുതിക്കൊള്ളാം. ആരോടാ പറയുന്നേ? ദൈവത്തിനോട് പറയുന്നു, ലോകത്തിനോട് പറയുന്നു, അല്ലേ? എന്നിട്ട് അവൻ പബ്ലിക്കായിട്ട് പറയാ, അവനെ കരുതിക്കൊണ്ടിരുന്ന അപ്പന്റെയും അമ്മയുടെയും വശത്തു ഇനി അവന്റെ കരുതൽ ആരാ? അവന്റെ ഭാര്യ. എന്ന് പറഞ്ഞാൽ കല്യാണം കഴിച്ചു കഴിഞ്ഞ് ഭർത്താവിനെ കരുതുന്ന ഉത്തരവാദിത്വം ഭാര്യയുടേതാ. പിന്നെ അവിടെ അപ്പനും അമ്മയ്ക്കും സ്ഥാനം പിടിച്ച്, ഞങ്ങളായി എന്നെ കേൾക്കുന്ന അപ്പനമ്മമാരുണ്ട്, നിങ്ങളുടെ മക്കളെയൊക്കെ വിവാഹം കഴിച്ചു കൊടുത്തവരുണ്ട്, ഇനി പിന്നെ മക്കളുടെ മേൽ അധികാരമൊക്കെ വെച്ച് ഇവൻ എന്റെ മുതലാണ്, നിന്റേതല്ല എന്ന് പറയാൻ ഇനി അവർക്ക് അവകാശമില്ല. ഹല്ലേലൂയ. എന്താ? അവര് കല്യാണം കഴിച്ച് അവര് വേർതിരിഞ്ഞ് അവരിനി ഒരു
ഒരു ശരീരമാ, അവരൊരു മനസ്സാ, അവരൊരു കുടുംബമാ, ഒരു യൂണിറ്റ്. ദൈവത്തിന്റെ പ്രസാദം വെളിപ്പെടുന്ന ഒരു യൂണിറ്റ്. അല്ല, ഇത് എവിടാ പ്രസാദം വെളിപ്പെടുന്നേ? ക്രിസ്തു. ഇത് എവിടാ പ്രസാദം വെളിപ്പെടുന്നേ? ക്രിസ്തു ആ കുടുംബത്തിനകത്ത് ഹല്ലേലൂയ പിതാവായി നിൽക്കുന്ന, തലവനായി നിൽക്കുന്ന ആ കുടുംബത്തിനകത്ത് ദൈവത്തിന്റെ ഈ പ്രസാദം വെളിപ്പെടും. സ്തോത്രം. എന്നിട്ട് എഫെസ്യരുടെ ലേഖനം 5-ാം അധ്യായം അതിന്റെ 31 തൊട്ട് 33 വരെയുള്ള വാക്യങ്ങള്, 5-ന്റെ 31 ഇത് വീണ്ടും ഇവിടെ പറഞ്ഞിട്ട് എന്നിട്ട് പറയാ, 32-ാം വാക്യം പറയാ, ദിസ് ഇസ് എ ഗ്രേറ്റ് മിസ്റ്ററി. ഇതൊരു ഭയങ്കര രഹസ്യമാണ്. എന്താണ്? ഭർത്താവ് തന്റെ അപ്പനെയും അമ്മയും വിട്ടേച്ച് പബ്ലിക്കായിട്ട് പറയുക, ഇവൾ എന്റേതാണ്. ഞാൻ അപ്പനെയും അമ്മയും വിട്ടേച്ച് പബ്ലിക്കായിട്ട് പറയുക, ഇവൾ എന്റേതാണ്, ഞാൻ ഇവളെ എന്റെ ഭാര്യയായിട്ട് സ്വീകരിച്ചിരിക്കുന്നു. അങ്ങനെ ഭാര്യയായിട്ട് സ്വീകരിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൻ അടുത്ത ദിവസം അവന് ഇഷ്ടമുള്ള വിധത്തിൽ അവന് പിന്നെ ജീവിക്കാൻ പറ്റില്ല. അവന് വേറൊരു സ്ത്രീയുടെ പുറകെ പോകാൻ പറ്റത്തില്ല. ആ ഭാര്യയ്ക്കും അങ്ങനെ പോകാൻ പറ്റില്ല. അല്ലേ? ഒരു ഉറച്ച ഒരു ബന്ധത്തിനകത്തേക്ക് കൺഫെഷനാ. എന്നിട്ട് പറയാ, ഇതൊരു രഹസ്യമാണ്. എന്തിനാ ഇതിനെ രഹസ്യം എന്ന് വിളിക്കുന്നത്? ദൈവരാജ്യത്തിനകത്ത് ഒരുപാട് രഹസ്യങ്ങളുണ്ട്. നമ്മുടെ ദൈവരാജ്യത്തിന്റെ വചനങ്ങൾ നമ്മൾ പഠിച്ചാൽ ഒരുപാട് രഹസ്യങ്ങളുണ്ട്. ഒരു വിതക്കാരൻ എടുത്ത് തന്റെ വിത്തിനെ വിതച്ചു, അത് 100 മേനി ഫലം കായ്ച്ചു. അത് ദൈവരാജ്യവുമായിട്ട് അതിനെ ചേർത്ത് പിടിക്കുന്നു. അതൊരു രഹസ്യമാ, അല്ലേ? ഹല്യ, അങ്ങനെ കുറെ രഹസ്യങ്ങളുണ്ട്. അതിനകത്ത് ഒരു രഹസ്യം ഇതാണ്. ഹല്യ, ക്രിസ്തു എങ്ങനെ മണവാട്ടി സഭയെ സ്നേഹിച്ചോ, ക്രിസ്തുവും സഭയും എങ്ങനെ ഒന്നായോ, അതേപോലെ തന്നെ ഹല്യ ഒരു പുരുഷൻ തന്റെ അപ്പനെയും അമ്മയും വിട്ടേച്ച്, തന്റെ ഭാര്യയുടെ അപ്പനെയും അമ്മയും വിട്ടേച്ച് തന്റെ ഭാര്യയോട് പറ്റിച്ചേർന്ന് അവരൊന്നായി തീരുന്നു. എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ മണവാട്ടി സഭ ക്രിസ്തുവിൻ്റെതായി തീരുമ്പോൾ സ്വർഗത്തിലുള്ള സകല ആത്മീയ അനുഗ്രഹങ്ങളുടെയും അവകാശിയായി തന്റെ മണവാട്ടി സഭ തീരുന്നത് പോലെ ഒരു പുരുഷനുള്ള സകല നന്മയുടെ, അവന്റെ നല്ല സ്വഭാവത്തിന്റെയും അവന്റെ താല്പര്യത്തിന്റെയും അവന്റെ സ്നേഹത്തിന്റെയും വാത്സല്യത്തിന്റെയും ഒക്കെ പാത്രമായി തീരുക അവന്റെ ഭാര്യ. ഹല്ലിയ, ക്രിസ്തു എങ്ങനെ തന്റെ രക്തം കൊടുത്തു, തന്റെ ജീവൻ കൊടുത്ത് മണവാട്ടി സഭയെ വളർത്തി പോറ്റിയെടുത്ത് ഹല്ലിയ അവളെ വിശുദ്ധീകരിച്ചോ, അതേപോലെ തന്നെ പോറ്റി പുലർത്തി വളർത്തിയെടുക്കാൻ. ഹല്ലേലൂയ. അതുകൊണ്ടാ നമ്മുടെ കൾച്ചറിനകത്തുണ്ട്, അല്ലെ? ഭാര്യ ഭർത്താക്കന്മാര് കല്യാണം കഴിക്കുമ്പോ ഭർത്താവ് എപ്പോഴും ഒരു അല്പ പ്രായത്തിന് ഭാര്യയെക്കാട്ടിലും മൂത്തതാ. എന്താ ഇതൊക്കെ? ഇങ്ങനെയൊക്കെ ഇതിൽ നിന്ന് വന്നതാ. എന്ന് വെച്ചാൽ തനിക്ക് ഇച്ചിരിയും കൂടെ അറിവ് കാണും, തനിക്ക് ഇച്ചിരിയും കൂടെ അറിവ് കാണും, തനിക്ക് ഇച്ചിരിയും കൂടെ ബോധം കാണും. അങ്ങനെ അപ്പം ഭാര്യയെ പോറ്റി വളർത്തി പുലർത്തി എടുക്കുവാനായിട്ടുള്ള പ്രാപ്തി ഉണ്ടാകും. ഒരേ പ്രായം, ഒരേപോലെ 18ഉം 15ഉം 16ഉം, പണ്ടൊക്കെ ബാലവിവാഹമായിരുന്നു, അല്ലേ? പക്ഷെ ഒരേപോലത്തെ പ്രായമാണെങ്കിൽ ചിലപ്പം ഒരേപോലെ അവർക്ക് ചിലപ്പം ജോലി ഇല്ലാത്ത അവസ്ഥ, അങ്ങനെയൊക്കെ ആയിരിക്കും, അല്ലെ? ഒന്ന് ഓർത്ത് നോക്കിക്കേ. രണ്ടുപേരും പഠിക്കുന്ന പ്രായം, ഒരു 10-22 വയസ്സ്, രണ്ടുപേരും ഒരേപോലെ കല്യാണം കഴിച്ചാൽ ആരെ പോറ്റിയെടുക്കും, അല്ലെ? പക്ഷെ എപ്പോഴും ഭർത്താവ് ഒരു 3, 4, 5, 6 വയസ്സിനൊക്കെ മൂത്തതായിരിക്കും. ഇപ്പോഴല്ലേ അതൊക്കെ ഭയങ്കര ഒരു അയ്യേ ഇച്ചിച്ചി എന്നൊക്കെ പറയുന്നത്, അയ്യോ 2 വയസ്സിന് 3 വയസ്സിന് എന്നൊക്കെ പറയുന്നത്, അല്ലെ? പക്ഷെ ഹല്ലേലൂയ, പണ്ടത്തെ കാലത്തെയൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവരൊക്കെ ഇതിൽ നിന്നൊക്കെ പഠിച്ചെടുത്തത് കൊണ്ട് ചില കുടുംബങ്ങളിലൊക്കെ 6-7 വയസ്സിന് മൂത്തതായിരിക്കും ഭർത്താവ്, 10 വയസ്സിന് മൂത്തതായിരിക്കും. അങ്ങനെയൊക്കെ. എന്താ? ആ ആണുങ്ങൾക്ക് പ്രാപ്തി കാണും അവരുടെ ഭാര്യമാരെ പോറ്റി പുലർത്തി എടുക്കുവാനായിട്ട്. പ്രാപ്തി കാണും അവരുടെ ഭാര്യമാരെ പോറ്റി പുലർത്തി എടുക്കുവാനായിട്ട്. അവരെ അധ്വാനികള്. ഹല്ലേലൂയ. അപ്പൊ പല കൾച്ചറിലും പല രീതികള്. പക്ഷെ നമുക്ക് തിരിച്ചു വരാം. അപ്പൊ വചനം പറയുന്നു, കുടുംബം എന്ന് പറയുന്നത് ഒരു രഹസ്യമാണ്. എന്ന് വച്ചാൽ എങ്ങനെ ക്രിസ്തു തന്റെ ശുദ്ധീകരിച്ചെടുത്തോ അതേപോലെ ഒരു ഭർത്താവിന് ഉത്തരവാദിത്വമുണ്ട് തന്റെ ഭാര്യയെ പോറ്റി പുലർത്തിയെടുക്കാൻ, ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, തന്റെ ഭാര്യയെ സൗന്ദര്യമില്ലാത്തവളെ സൗന്ദര്യമാക്കി എടുക്കാൻ, വൃത്തിയില്ലാത്തവളെ വൃത്തിയാക്കി എടുക്കാൻ, അല്ലെ? എന്ന് പറഞ്ഞാൽ എങ്ങനെയാ യേശു മണവാട്ടി സഭയെ കഴിഞ്ഞാൽ സഭയ്ക്ക് പാപമുണ്ടായിരുന്നു, കൊള്ളത്തില്ലായിരുന്നു, അനുസരണക്കേടുണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ യേശു തന്റെ അനുസരണം മൂലം തന്റെ സഭയെ അനുസരണയുള്ള സഭയാക്കി തീർത്തു. തന്റെ യാഗം മൂലം
പാപമില്ലാത്ത സഭയാക്കി തീർത്തു. എന്ന് പറഞ്ഞാൽ ഒരു ഭർത്താവിനും ഒരു ഹല്ലിയ തൻ്റെ ഭാര്യയെ പോറ്റി പുലർത്തുവാൻ, ക്രിസ്തുവിലേക്ക് നയിക്കുവാൻ, ആ കുടുംബത്തിനെ രക്ഷയിലേക്ക് നയിക്കുവാൻ ഒക്കെ ഒരു കുടുംബത്തിന്റെ നാഥന് ഉത്തരവാദിത്തമുണ്ട്. ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ശുശ്രൂഷയ കുടുംബനാഥന് വേണ്ടി. ഇന്ന് എന്നെ വചനം കേൾക്കുന്ന നിങ്ങളുടെ ഭർത്താക്കന്മാര് ക്രിസ്തുവിലായിട്ടില്ലയോ? പ്രാർത്ഥനയ്ക്ക് ലീഡ് ചെയ്യുന്നില്ലയോ? അവര് ക്രിസ്തുവായ സഭയെ നയിക്കുന്നത് പോലെ നയിക്കാൻ പ്രാപ്തിയില്ലയോ? ഈ വചനം എടുത്തു വെച്ചിട്ട് കർത്താവിനോട് മുട്ടുപ്പായി നിന്ന് പ്രാർത്ഥിക്കണം. ദൈവത്തിനോട് വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവം ഒരു നാൾ ഉറപ്പായിട്ടും വിടുതൽ തരും. ഹാലലൂയ. നിങ്ങളുടെ ഭർത്താക്കന്മാര് പ്രാർത്ഥനയായിട്ടും വിടുതൽ തരും. ഹാലലൂയ. നിങ്ങളുടെ ഭർത്താക്കന്മാര് പ്രാർത്ഥനയിൽ ലീഡ് ചെയ്യുന്നവരായി തീരും. ഇത് ദൈവത്തിന്റെ വ്യവസ്ഥയാ. എന്നിട്ട് വീണ്ടും അവിടെ ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവിൽ നിറഞ്ഞ് പൗലോസ് അപ്പോസ്തലൻ പറയുക, അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു, ഒരു ഭർത്താവ് തൻ്റെ ഭാര്യയെ സ്നേഹിക്കണം. ഹല്ലേലൂയ. തൻ്റെ എങ്ങനെ ക്രിസ്തു തൻ്റെ സഭയെ സ്നേഹിച്ചോ അതേപോലെ ഒരു ഭർത്താവ് തൻ്റെ ഭാര്യയെ സ്നേഹിക്കണം. കുറ്റം പറയുവല്ല, നീ എന്താ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചേന്നല്ല. ഒരു വിഷമം വരുമ്പോ അല്ലേലും പിള്ളേർ നിന്നെ പോലെയാ, നിന്റെ വീട്ടുകാരെ പോലെയാ എന്ന് പറയാനല്ല. ഹല്ലേലൂയ. അങ്ങനെ പറയുന്ന വീടുകളുണ്ടെങ്കിൽ വാക്യങ്ങളെ ക്യാൻസൽ ചെയ്യണം. ഹല്ലേലൂയ. കർത്താവിനോട് പറയണം, കർത്താവെ, തുല്യ അവകാശം ആ കുടുംബത്തിനകത്ത് എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കുന്നവനും ഭർത്താവ് പ്രാർത്ഥന നയിക്കുന്നവനും എൻ്റെ കുടുംബത്തിൽ മക്കളെയും എന്നെയും പോറ്റുന്നവനും ഒരു നല്ലൊരു ഭർത്താവായി തീരുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഇതൊരു വലിയൊരു രഹസ്യം. അപ്പം ഈ നമ്മൾ നോക്കിക്കേ, ഭാര്യയുടെയും ഭർത്താവിന്റെയും റോൾ രണ്ടും രണ്ട്. സ്ത്രീയോട് ദൈവം പറഞ്ഞു, ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിനകത്തേക്ക് മടങ്ങി വരുമ്പോ പുരുഷനോട് പറഞ്ഞു, നീ അധ്വാനിക്കുന്നവനാവണം. സ്ത്രീയോട് പറഞ്ഞു, നിന്റെ തലമുറ പിശാചിന്റെ തലയെ തകർക്കും, നീ പ്രസവിക്കണം, കുഞ്ഞുങ്ങൾ ഉണ്ടാവണം, ഇങ്ങനെയൊക്കെ പറഞ്ഞു അല്ലെ. രണ്ടുപേരുടെയും റോൾ രണ്ടാ. ഒരു കുടുംബത്തിനകത്ത് എടുത്ത് നോക്കിയാൽ ഭർത്താവും ഭാര്യയും ഒരേപോലെ ഐക്യതയോടെ അവരെ ഏൽപ്പിച്ചിരിക്കുന്ന എല്ലാ ദൗത്യങ്ങളും അവർ ചെയ്തെടുക്കണം. റോൾസ് ആണെങ്കിൽ പലതും പല രീതിയാണെങ്കിലും ഹല്ലേലൂയ, ഇവര് രണ്ടുപേരും പ്രയത്നിക്കുന്നത് ഒരേ ഒരു കാര്യത്തിനാ. അവർ അധ്വാനിക്കുന്ന ഒരേ ഒരു കാര്യത്തിനാ. എന്തിനാ? ദൈവനാമം മഹത്വപ്പെടുമാറാകണം. ഹല്ലേലൂയ. കുടുംബത്തിനകത്ത് നീ വലുത് ഞാൻ വലുത് എന്നുള്ള കാര്യമില്ല. നീ വലുത് ഞാൻ വലുത് എന്നുള്ള കാര്യമില്ല. നിങ്ങൾ കൂടുതൽ അധ്വാനിച്ച് പണം കൊണ്ടിരുന്നു, ഞാൻ കൂടുതൽ അധ്വാനിച്ച് കൊണ്ടിരുന്നു, അതുകൊണ്ട് നമ്മൾ അങ്ങനെയില്ല. ഹല്ലേലൂയ. രണ്ടുപേരും രണ്ട് വിധത്തിൽ പ്രവർത്തിക്കുന്നു എങ്കിലും അവർ പ്രവർത്തിക്കുന്നതെല്ലാം ഒരേ ഒരു ലക്ഷ്യത്തോടെയാ. ഹല്ലേലൂയ. ദൈവത്തിൻ നാമം ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം, കുടുംബങ്ങൾക്കകത്ത് ഇങ്ങനെ ഐക്യതയുണ്ടാകാൻ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിലെ കർത്താവെ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങൾ ആ ഫസ്റ്റ് പോയിന്റ്, കുടുംബത്തിനകത്ത് ഐക്യത എന്ന് ഞങ്ങൾ നോക്കിയപ്പോൾ, കർത്താവെ, ഇന്ന് ഐക്യതയില്ലാത്ത കുടുംബങ്ങള്, ചിലപ്പം വരുമാനങ്ങൾ കൊണ്ടിരുന്നത് രണ്ട് വിധത്തിൽ സേവിങ്സ് ചെയ്യുന്നവർ കാണും. രണ്ടുപേരും തമ്മിൽ അറിയിപ്പിക്കാത്ത കുടുംബങ്ങൾ കാണും. പല വിധത്തില് ഐക്യതയില്ലാത്ത തീരുമാനങ്ങൾ എടുക്കുന്ന കുടുംബങ്ങൾ കാണും. ഒരാൾ മാത്രം തീരുമാനം എടുത്തിട്ട് അത് മറ്റേ ആൾ അത് ഫോളോ ചെയ്യുന്നത് കാണും. പല വിധത്തിൽ ഐക്യതയില്ലാത്തത് കാണും. യേശുവിന്റെ നാമത്തിലെ കർത്താവില്ലാത്തത് കാണും. യേശുവിന്റെ നാമത്തിലെ കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, കുടുംബങ്ങള് ഐക്യതയിൽ എത്തട്ടെ. ഹല്ലേലൂയ. ഐക്യതയുള്ള വൺനെസ് ഉള്ള കുടുംബങ്ങളായി തീരട്ടെ. തമ്മിൽ സ്നേഹമുള്ള കുടുംബങ്ങളായി തീരട്ടെ. ഹല്ലേലൂയ. തന്നെ വിളിച്ചിരിക്കുന്ന ദൗത്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് മുന്നേറുന്ന കുടുംബങ്ങൾ, ഐക്യതയില്ലാത്ത അവസ്ഥകൾ മാറിപ്പോവട്ടെ. സ്തോത്രം. കർത്താവെ, കുഞ്ഞുങ്ങൾ വിവാഹം കഴിക്കാൻ താല്പര്യപ്പെട്ടിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ ജീവിതങ്ങൾക്കകത്ത് ഐക്യതയുള്ള കുടുംബ ജീവിതങ്ങൾ അവർക്ക് വെളിപ്പെട്ട് കൊടുക്കട്ടെ കർത്താവെ. ഹല്ലേലൂയ. ചില കുഞ്ഞുങ്ങള് ഹല്ലേലൂയ വഴക്കുള്ള അപ്പനമ്മമാരുടെ വീടുകൾക്കകത്തുനിന്ന് വന്ന കുഞ്ഞുങ്ങളായിരിക്കും. ചിലവര് പറയും, ഞങ്ങൾക്ക് വിവാഹം വേണ്ട. ചിലവര് പറയും, വിവാഹം കഴിച്ചാൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും. അല്ലെങ്കിൽ ഈ അപ്പന്റെ അമ്മയുടെ ഐക്യതയില്ലായ്മ ഈ മക്കളുടെയും ജീവിതത്തിനകത്ത് ഇങ്ങനെ പിന്തുടർന്ന് നിൽക്കും. ഇന്ന് പ്രാർത്ഥിച്ച യേശുവിന്റെ നാമത്തില് അങ്ങനെ പഴയ തലമുറയ്ക്കകത്തുനിന്ന് വന്നത് യേശുവിന്റെ നാമത്തിൽ നീങ്ങി മാറട്ടെ. അങ്ങനത്തെ ഒരു ശാപം യേശുവിന്റെ നാമത്തിൽ പൊട്ടി മാറട്ടെ. ഹല്ലേലൂയ. ഐക്യതയുള്ള കുടുംബങ്ങള്, യേശുവിന് വേണ്ടി ഒരുമിച്ച് വീറോടെ നിൽക്കുന്ന
കുടുംബങ്ങളായി തീരുവാൻ പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തില്. ഹല്ലേലൂയ. രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കുന്നത് ദൈവം ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് വിവാഹം എന്ന് പറഞ്ഞാൽ ദൈവം ഇങ്ങനെ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞത് കൊണ്ട് അത് 2:24 ദിസ് എക്സ്പ്ലെയിൻസ് വൈ എ മാൻ ലീവ്സ്. വായിച്ച ഉൽപ്പത്തി 2:24. ഉൽപ്പത്തി 2:24. അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ട് പിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും, അവർ ഏകദേഹമായി തീരും. 25. മനുഷ്യനും ഭാര്യയും ഇരുവരും നഗ്നരായിരുന്നു, പക്ഷെ അവർക്ക് ലേശം പോലും അവർക്ക് നാണം തോന്നിയില്ല. ഹല്ലേലൂയ. എന്താ? നമുക്ക് ദാനമായി കിട്ടിയതാ നമ്മുടെ ജീവിത പങ്കാളി. ഹല്ലേലൂയ. അപ്പൊ ദാനമായി കിട്ടുന്നത് നമ്മൾ ആരേലും എന്തുവാണെന്ന് അറിഞ്ഞിട്ടാണോ നമ്മൾ എന്തെങ്കിലും ഒരു ദാനം കിട്ടുന്നത്, ഒരു ഗിഫ്റ്റ് കിട്ടുന്നത്? നമുക്ക് ആരെങ്കിലും ഒരു ബർത്ത്ഡേക്ക് ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്ന് തന്നു, നമ്മൾ അവരോട് പറയുമോ അതെ ഞങ്ങൾക്ക് ഇന്ന ഗിഫ്റ്റ് വേണം കേട്ടോ, അത് കൊണ്ടുതരണം? അങ്ങനെ അതെ ഞങ്ങൾക്ക് ഇന്ന ഗിഫ്റ്റ് വേണം കേട്ടോ, അത് കൊണ്ടുതരണം? അങ്ങനെയാണോ? അല്ല. നമ്മൾക്ക് ആ ഗിഫ്റ്റ് കിട്ടുമ്പോൾ നമ്മൾ എന്താ, നമ്മുടെ ബർത്ത്ഡേക്ക് ഒരു ഗിഫ്റ്റ് കിട്ടുമ്പോൾ നമ്മൾ എങ്ങനെയാ റെസ്പോണ്ട് ചെയ്യുന്നത്? എനിക്കൊക്കെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടുമ്പോൾ ഞാൻ ഭയങ്കര സന്തോഷം, ഞാൻ പറയും താങ്ക് യു സോ മച്ച് എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ ഗിഫ്റ്റ് മേടിക്കും. ഭയങ്കര ആവേശത്തോടെ അത് തുറക്കുന്നത്, അത് തുറന്ന് സന്തോഷത്തോടെ ഞാൻ കൊണ്ടു നടക്കും. എൻ്റെ ഹസ്ബൻഡിന് ഒരു സ്വഭാവമുണ്ട്, എനിക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് തന്നാൽ അത് എൻ്റെ മുഖം ഇങ്ങനെ നോക്കും, ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ. അപ്പൊ എനിക്ക് ചിലപ്പോൾ ഹൃദയത്തിനകത്ത് ഉള്ള കാര്യം പറയാം, ചിലപ്പോൾ എനിക്ക് ചിലത് ഇഷ്ടപ്പെടത്തില്ല, പക്ഷെ ഞാൻ അതിനെ വേദനിപ്പിക്കണ്ടെന്ന് പറഞ്ഞ് ഞാൻ അതിനെ പൊക്കി പിടിച്ച് ഞാൻ പറയും ഓ ഓ എന്തൊരു നല്ല, എനിക്കൊന്ന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് ഞാനത് ഉപയോഗിക്കും. എന്നിട്ട് ഞാൻ എപ്പോഴും അതെടുക്കുമ്പോൾ ഞാൻ പറയും എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പൊ എന്താ ചെയ്യുന്നതെന്നറിയോ? അടുത്ത തവണ എൻ്റെ ബർത്ത്ഡേ വരുമ്പോഴും അതിലും നല്ല സാധനം എനിക്ക് കൊണ്ടുതരും. അല്ലയാ, സ്വർഗത്തിലെ അപ്പായും ഇങ്ങനെ തന്നെയാ. നമ്മൾ എത്ര കൊള്ളാത്തതാണെങ്കിലും നോക്കിയിട്ട് അതിനെ എനിക്ക് ഇഷ്ടമായി കേട്ടോ, എനിക്ക് ഇഷ്ടമായി കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി, താങ്ക് യു സോ മച്ച് എന്ന് പറയുമ്പോൾ ദൈവം അതിൻ്റെ മേൽ വീണ്ടും പണിയാൻ തുടങ്ങും. ഹല്ലേലൂയ. ദൈവം നമുക്ക് തന്നിരിക്കുന്ന നമ്മുടെ ജീവിത പങ്കാളി ഏറ്റവും നല്ലൊരു ഗിഫ്റ്റാ. ഇന്ന് കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നവര് നിങ്ങൾ കർത്താവിനോട് പറയേണ്ടത്, കർത്താവെ നീ എൻ്റെ കയ്യിലേക്ക് അത് ഏറ്റവും നല്ല ഗിഫ്റ്റ് ആണെന്ന് ഞാൻ വിശ്വസിച്ച് ഞാൻ സ്വീകരിക്കാം. ഹല്ലേലൂയ. ആ ഗിഫ്റ്റിനെ കിട്ടുമ്പോൾ എന്താ ചെയ്യണോ? ഇത്രയാണോ തന്നത്? കല്യാണം കഴിക്കുന്ന ആദ്യ നാളുകളിൽ ഭയങ്കര സന്തോഷമാ, കൊള്ളാം കൊള്ളാം കൊള്ളാം, വളരെ നല്ലതാ. കുഞ്ഞുങ്ങളൊക്കെ ഒന്ന് ആയി കഴിയട്ടെ, പിന്നെ അത് കൊള്ളാതാകും. ഹല്ലേലൂയ. അല്ലെങ്കിൽ കുറച്ചുനാൾ കഴിയുമ്പോൾ ഇത്രയോ, പിന്നെ അത് കൊള്ളാതാകും. ഹല്ലേലൂയ. അല്ലെങ്കിൽ കുറച്ചുനാൾ കഴിയുമ്പോൾ ഇത്രയേ ഉള്ളോ, ഇങ്ങനെയാണോ, ഓ എന്തോ ഇനി കൊള്ളും. എന്നിട്ട് പിന്നെ കുറ്റം പറച്ചിൽ തുടങ്ങും. കുറ്റം പറയാൻ തുടങ്ങുമ്പം പിന്നെ ആ വിവാഹ ജീവിതം തലകീഴലായി പോകും. ഹല്ലേലൂയ. കുറ്റം പറയാതെ അതിനെ എടുത്തിട്ട് എന്നും സ്വർഗത്തിനോട് പറഞ്ഞേ, നാഥ എനിക്ക് തന്നെ എൻ്റെ ഈ ജീവിത പങ്കാളിയെ ഓർത്ത് ഞാൻ പറഞ്ഞേ, നാഥ എനിക്ക് തന്നെ എൻ്റെ ഈ ജീവിത പങ്കാളിയെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. കുറവുകളുണ്ട്, പക്ഷെ അത് അങ്ങക്ക് നികത്താൻ സാധിക്കും. എന്താ? ഗിഫ്റ്റ് തന്നത് ആരാ? ഗിഫ്റ്റ് തന്നത് സ്വർഗമാ. ഹല്ലേലൂയ. സ്വർഗം ആ ഗിഫ്റ്റ് തന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഏറ്റവും ബെസ്റ്റ് ആക്കാൻ സ്വർഗത്തിനും അറിയാം. ഹല്ലേലൂയ. കർത്താവിനോട് പറയണം, കർത്താവേ നന്ദി, ഇതിനകത്ത് ചില പോരായ്മകൾ ഞാൻ കാണുന്നുണ്ട്, പക്ഷെ അത് അങ്ങേക്ക് നികത്താൻ സാധിക്കും. ദൈവം കൊടുത്ത ഏറ്റവും നല്ല ഗിഫ്റ്റാ തമ്മിൽ തമ്മിൽ യോജിപ്പിച്ചത്. ഈ കുടുംബ ജീവിതത്തിനകത്ത് എന്തുവാ ദൈവം ചെയ്തത്? ഹല്ലേലൂയ. അവരുടെ ബന്ധം, തിരുവചനം പറയുന്നു അവര് നഗ്നരായിരുന്നു, പക്ഷെ അവർക്ക് തെല്ലും നാണക്കേട് തോന്നി. ഇതിനകത്ത് ഇന്റിമസി ഉണ്ട്, കമ്മിറ്റ്മെന്റ് ഉണ്ട്. മറ്റാരോടും പറയാത്ത കാര്യങ്ങള് ഭർത്താവിനോടോ ഭാര്യയോടോ ചെന്ന് തമ്മിൽ തമ്മിൽ പറയും. എന്താ? ഒരു തുള്ളി പോലും നാണം തോന്നത്തില്ല, ലജ്ജ തോന്നത്തില്ല. ഏറ്റവും നല്ല കൂട്ടുകാരനും കൂട്ടുകാരിയാ ഭാര്യയും ഭർത്താവും. ഹല്ലേലൂയ. ഇത് വേറെ എങ്ങും കൊണ്ട് ഭാര്യയും ഭർത്താവും. ഹല്ലേലൂയ. ഇത് വേറെ എങ്ങും കൊണ്ട് പങ്കുവെക്കാനുള്ളതല്ല. ഞാൻ ചിലപ്പോൾ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ചിലവരെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അവർ ചില കാര്യങ്ങളൊക്കെ അവർ ചിലപ്പം പറയും, അവർ കൂട്ടുകാരോട് പറയും, അല്ലെങ്കിൽ പൊതുവായിട്ട് അവർ പറയും. എന്നിട്ട് അവർക്ക് അതിനകത്ത് ഭയങ്കര ത്രില്ല് കൊള്ളും. അപ്പൊ എൻ്റെ മനസ്സിൽ എപ്പോഴും ഞാൻ ഓർക്കും, അവനോട് ഇവർ ഷെയർ ചെയ്യാത്തത് കൊണ്ടാണല്ലോ, അല്ലെങ്കിൽ ഭാര്യയോട് ഇവർ ചെന്നത് ഷെയർ ചെയ്യാത്തത് കൊണ്ടാണല്ലോ, ഇവർക്ക് ആ ഇന്റിമസി ഇല്ലാത്തത് കൊണ്ടാണല്ലോ ഇവർ വന്ന് പബ്ലിക്കായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞ് അവരെ തന്നെ കോലം തിരിച്ചു വെക്കുന്നത്. അല്ലെ? നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. കുടുംബ ജീവിതത്തിനകത്ത് ഇന്റിമസി ഉണ്ടെങ്കിൽ, കുടുംബ ജീവിതത്തിനകത്ത് ആവത്തില്ല രഹസ്യങ്ങൾ പറയാൻ. വേറെ ആരോടും ചെന്ന്
തുറന്ന് ചില കാര്യങ്ങൾ പറയത്തില്ല. കുടുംബ ജീവിതം നമുക്ക് തന്നിരിക്കുന്നത് ഇന്റിമേറ്റ് ആവാൻ വേണ്ടിയാ. ഹാലലൂയ. ഇന്ന് ഇന്റിമസി എവിടെയെങ്കിലും നഷ്ടപ്പെട്ടോ? ഹാലലൂയ. ഇന്ന് പരിശുദ്ധാത്മാവിനോടൊന്ന് പ്രാർത്ഥിച്ചേ, പരിശുദ്ധാത്മാവേ ആ ഇന്റിമസി ഒന്ന് റെസ്റ്റോർ ചെയ്യണം. ഇത് ദൈവരാജ്യത്തിന്റെ വ്യവസ്ഥയാണോ? ആണ്. നിയമവർത്തന പുസ്തകം, ഡ്യൂട്രോണമി, ആവർത്തന പുസ്തകം 24-ാം അധ്യായം അതിന്റെ 5-ാം വാക്യത്തിനകത്ത് വരുമ്പം 24-ന്റെ 5 ആവർത്തന പുസ്തകം 24-ന്റെ 5 a newly married man must not a newly married man must not be drafted into the army or be given any other official responsibilities. He must be free to spend 1 year at home bringing happiness to the wife he has married. ഒന്ന് വായിച്ചേ 5-ാം വാക്യം. ഒരു പുരുഷൻ ഒരു സ്ത്രീയെ പരിഗ്രഹിച്ചിരിക്കുമ്പോൾ നവവരൻ യുദ്ധത്തിന് പോകരുത്, വീട്ടിൽ. കണ്ടോ, അവൻ ഒരു സംവത്സരത്തേക്ക് എന്ന് വെച്ചാൽ ഒരു വർഷത്തേക്ക് അവന്റെ വീട്ടില് അവന്റെ കല്യാണം കഴിച്ച ഭാര്യയുമായിട്ട് പരിഗ്രഹിച്ച ഭാര്യയെ സന്തോഷിപ്പിക്കും. കണ്ടോ, അവൻ കല്യാണം കഴിച്ച ഭാര്യയെ സന്തോഷിപ്പിക്കേണ്ട ഉത്തരവാദിത്തം അവന്റേതാ. അത് കാരണം യുദ്ധം നടന്നാൽ പോലും അവനെ യുദ്ധക്കളത്ത് ഉത്തരവാദിത്തം അവന്റേതാ. അത് കാരണം യുദ്ധം നടന്നാൽ പോലും അവനെ യുദ്ധക്കളത്തിലേക്ക് അവനെ വിടത്തില്ല. ഒരു വർഷത്തേക്ക് അവന്റെ ഭാര്യയെ ആസ്വദിപ്പിക്കാൻ വേണ്ടി അവനെ അവിടെ വെച്ചിരിക്കുക. ഹാലലൂയ. സോങ് ഓഫ് സോളമൻ അല്ലെ, സോളമന്റെ ഗീതങ്ങൾ വായിച്ചാൽ മൊത്തം കുടുംബജീവിതത്തിനെ കുറിച്ചാ പറയുന്നത്. തനിക്ക് വിവാഹം കഴിച്ചു കൊടുത്ത ഭാര്യയെ ആസ്വദിക്കാൻ, തന്റെ ഭർത്താവിനെ ആസ്വദിക്കാൻ കുടുംബ ജീവിതത്തിനകത്ത് വെച്ചിരിക്കുന്നതാ ഈ വ്യവസ്ഥ. വേറെ ആരുമായിട്ട് പങ്കുവെക്കുവാനോ, നമ്മുടെ കുടുംബ ജീവിതത്തിനെ ഭയങ്കരമായിട്ട് പ്രൊട്ടക്ട് ചെയ്യണം. അല്ലെങ്കിൽ ആരോടും ചെന്ന് കുടുംബത്തിനകത്ത് ഭാര്യ ഭർത്താവ് തമ്മിലുള്ള രഹസ്യങ്ങള്, ജീവിതങ്ങള് വേറെ ആരുമായിട്ട് പങ്കുവെക്കല്, ആരെയും അതിനകത്തേക്ക് കേറ്റല്. നമ്മുടെ ബെഡ്റൂമിനകത്ത്, ഹാലലൂയ, ഭാര്യ ഭർത്താവ് വസിക്കുന്ന ബെഡ്റൂമിനകത്ത് മൂന്നാമതൊരു വ്യക്തിക്ക് കയറി കിടക്കാനോ ഇരിക്കാനോ ഇടം കൊടുക്കല്ലേ. ഹാലലൂയ. കർത്താവിന് മഹത്വം. ഹാലലൂയ. കർത്താവിന് മഹത്വം. ആൾക്കാർ വീട്ടിൽ വരുവാണോ, ആ ഡോർ അങ്ങ് അടച്ചിടണം. ആ റൂമിനകത്തേക്ക് കയറാൻ പോലും സമ്മതിക്കല്ലേ. അത്ര രഹസ്യമായ ഒരു ജീവിതത്തിനകത്തേക്ക് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. നമ്മൾ പറയത്തില്ലേ, ഹണിമൂൺ ഒക്കെ വിവാഹം കഴിഞ്ഞിട്ട് ദൈവത്തിന്റെ വ്യവസ്ഥയാ. അതാ ആവർത്തന പുസ്തകം 24 കല്യാണം കഴിച്ചാൽ അവന്റെ ഭാര്യയെ ആസ്വദിക്കാൻ അവന് സമയം കൊടുക്കണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വ്യവസ്ഥയാ. എന്തിനാ? ഹല്ലേലൂയ. അവരുടെ 1, 2, 3, 4 അങ്ങനെ ഓരോ ദിവസങ്ങള് ഒരു വിത്ത് ഇട്ടിട്ട് വളർത്തിയെടുക്കുന്നത് പോലെ അതിനെ വളർത്തിയെടുക്കുക. പക്ഷെ നമ്മുടെ സമൂഹത്തിനകത്തൊക്കെ എന്താ ചെയ്യുന്നത് പോലെ അതിനെ വളർത്തിയെടുക്കുക. പക്ഷെ നമ്മുടെ സമൂഹത്തിനകത്തൊക്കെ എന്താ ചെയ്യുന്നേ? കല്യാണം കഴിച്ച ഉടനെ ചോദിക്കും, അതിന്റെ 2 മാസം കഴിഞ്ഞ ഉടനെ ചോദിക്കും, എന്തുണ്ട് വിശേഷം? വിശേഷം ഒന്നുമില്ലേ? പിന്നെ ആ പെണ്ണിന് സ്വൈര്യം പോലും കൊടുക്കത്തില്ല അല്ലെ. ഭാര്യയ്ക്കും ഭർത്താവിനും നാട്ടുകാർക്ക് വിഷമം. 2 വർഷമായി കല്യാണം കഴിച്ചിട്ട് മക്കളൊന്നും ഇല്ലേ? 4 വർഷമായി ആവണം. ഓഫ് കോഴ്സ്. പക്ഷെ കുടുംബം ഭയങ്കര സെൽഫിഷ് ആയിട്ട്, ഭയങ്കര സെൽഫിഷ് എന്ന് പറയുന്ന വാക്ക് എന്താ പറയുന്നത്? ഭയങ്കര സ്വാർത്ഥതയോടെ, ഭയങ്കര സ്വാർത്ഥതയോടെ കുടുംബ ജീവിതത്തിനെ അതിനെ രഹസ്യമായിട്ട് കൊണ്ടു നടക്കാൻ പഠിക്കണം. ഹാലലൂയ. ആ കുടുംബജീവിതം ധന്യമാക്കി ദൈവം തീർക്കും. ഹാല്യ. ഈ ഒരു ഇന്റിമസി എവിടെയെങ്കിലും കുടുംബജീവിതത്തിനകത്ത് നഷ്ടപ്പെട്ടെങ്കിൽ പ്രാർത്ഥിക്കാം, യേശുവിന്റെ നാമത്തിൽ കർത്താവേ ആ ഇന്റിമസി മടങ്ങി വരട്ടെ. ഹാല്യ. ആ ഗിഫ്റ്റ് മടങ്ങി വരട്ടെ. കുടുംബജീവിതം ഭയങ്കര അനുഗ്രഹമായി തീരട്ടെ. ഹാലലൂയ. സുവിശേഷം 19-ാം അധ്യായത്തിനകത്ത് മത്തായി സുവിശേഷം 19-ാം അധ്യായത്തിനകത്ത് ഹാലലൂയ അതിന്റെ 4 തൊട്ട്, അതിന്റെ 4-ാം വാക്യം തൊട്ട് അതിന്റെ 9-ാം വാക്യം വരെ ദൈവം യേശു കർത്താവ് പറയുക. 9-ാം വാക്യം വരെ ദൈവം യേശു കർത്താവ് പറയുക, കുടുംബജീവിതം തകർക്കാനുള്ളതല്ല. ദൈവം യോജിപ്പിച്ചതിനെ രണ്ടുപേരും വേർതിരിക്കല്ലേ. ചിലവര് മക്കളൊക്കെ ആയി കഴിയുമ്പം അവർ പിന്നെ പ്രായമായി കഴിഞ്ഞാൽ രണ്ടുപേര് 2 കട്ടിലേ പോയി കിടക്കും അല്ലെ. അല്ലെങ്കിൽ 2 മുറിക്കകത്ത്, അപ്പുറം ഇപ്പുറം മുറിക്കകത്ത് നടക്കും. കാരണം ഒന്നാതെ പണ്ടേ കണ്ടുകൂടായിരുന്നു. കല്യാണം കഴിച്ച ആദ്യത്തെ 1-2 മാസത്തേക്കേ ഉള്ളായിരുന്നു പ്രേമം. അത് കഴിഞ്ഞ് പ്രേമമൊക്കെ അങ്ങ് നഷ്ടപ്പെട്ടു പോയി. ചിലവരുടെ ജീവിതത്തിൽ 2-3 വർഷം കഴിയുമ്പോൾ പിന്നെ അടിപിടിയാ അങ്ങോട്ടും ഇങ്ങോട്ടും. ഞാൻ പറയട്ടെ, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഭാര്യ ഭർത്താവാണോ? ചിലപ്പം വിശ്വാസത്തിൽ വന്നു കാണത്തില്ലായിരിക്കും. പക്ഷെ ഒരു കാര്യം ഉറപ്പോടെ പറയാം, പക്ഷെ
പക്ഷെ ഒരു കാര്യം ഉറപ്പോടെ പറയാം, കുടുംബജീവിതം ദൈവം ധന്യമാക്കി തീർക്കും. ഹല്ലേലൂയ. ആ കുടുംബജീവിതം എത്ര വയസ്സായെങ്കിലും മക്കളൊക്കെ അവരവരുടെ പാട്ടിന് പോകും, പിന്നെ ഒരുമിച്ച് നിൽക്കേണ്ടത് ഭാര്യയും ഭർത്താവുമാ. ഹല്ലേലൂയ. ഈ ഐക്യത, ഈ സ്നേഹം, ആ തമ്മിലുള്ള വിശ്വാസം, ഇപ്പോഴും എൻ്റെ ഭർത്താവ്, നമ്മൾ നോക്കിക്കേ, സാറയെ നോക്കിക്കേ, സാറ തൻ്റെ ഭർത്താവ് സാറ വയസ്സായെങ്കിലും തൻ്റെ ഭർത്താവിനെ യജമാനൻ എന്ന് വിളിച്ച് സ്നേഹത്തോടെ അവർ നിന്നത്, അല്ലെ? തൻ്റെ ഭാര്യയെ കരുതിയ ഒരു ഭർത്താവായിരുന്നു അബ്രഹാമിന് നിറച്ചു വേലക്കാരുണ്ടായിരുന്നു. വീട്ടിലെ പണിയെല്ലാം എടുപ്പിച്ച് ഇവളുടെ മുതുകൊടിഞ്ഞ് ഇവളിവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞല്ലായിരുന്നു. ഹല്ലേലൂയ. തൻ്റെ ഭാര്യയെ തൻ്റെ ശരീരം പോലെ കരുതിയ ഒരു ഭർത്താവായിരുന്നു അബ്രഹാം. ഞാൻ പറയട്ടെ, ഭാര്യ ഭർത്താക്കന്മാര് തമ്മിൽ കരുതുന്ന കുടുംബ ജീവിതത്തിനകത്ത് എല്ലാ ഐശ്വര്യങ്ങളും പുറകെ വരും. സമ്പത്തും ധനങ്ങളും ഐശ്വര്യങ്ങളും പുറകെ വരും. സമ്പത്തും ധനങ്ങളും മക്കളുടെ പഠിത്തവും എല്ലാം അത് നേരെ ഇങ്ങു പോരും ഭാര്യ ഭർത്താക്കന്മാര് തമ്മിൽ സ്നേഹമുള്ള ജീവിതങ്ങൾക്കകത്ത്. അപ്പം മത്തായി സുവിശേഷം 19 പറയുന്നു, ദൈവം യോജിപ്പിച്ചതിനെ ആരും വേർപെടുത്തല്ല്. ദൈവം 11:12 പറയുക, ഹല്ലേലൂയ, കുടുംബജീവിതം വേണ്ട, അല്ലെങ്കിൽ വിവാഹം. ചിലവർ പറയത്തില്ലേ, ഇന്നത്തെ കാലഘട്ടത്തിൽ ഏത് ചെറുപ്പക്കാരോട് ചോദിച്ചാലും അവർ പറയും, ഓ കുടുംബജീവിതം ഒന്നും വേണ്ട, കല്യാണം ഒന്നും കഴിക്കുന്നില്ല, കല്യാണം കഴിക്കാതെ ഇങ്ങനെ നിന്നേക്കാം, പട്ടിയോ പൂച്ചയോ വല്ലയോ ഒക്കെ വളർത്തിയേക്കാം, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ജീവിക്കാം എന്നൊക്കെ പറയത്തില്ലേ. അത് ദൈവരാജ്യത്തിന്റെ വ്യവസ്ഥയല്ല. യേശു കർത്താവ് പറയുന്നത് ശ്രദ്ധിച്ച്, അതിന്റെ 11-12, അതിന്റെ 10, 11, 12 ഒന്ന് വായിച്ചു കേൾക്കാം. ശിഷ്യന്മാർ അവനോട് ഭാര്യയെ സംബന്ധിച്ച് മനുഷ്യന്റെ അവസ്ഥ ഇങ്ങനെയെങ്കിൽ, എന്ന് പറഞ്ഞാൽ, അയ്യോ ഭാര്യയെ വേർപെട്ട് ജീവിക്കാൻ പറ്റത്തില്ലേ? എന്നാ ഒരു ഭാര്യയെ കല്യാണം കഴിച്ച് എനിക്ക് അവളെ ഇഷ്ടമായി, ഞാൻ നാളെ അവളെ അങ്ങ് ബന്ധം വേർപെടുത്തുക എന്ന് ചെയ്യാൻ പറ്റത്തില്ലേ? അങ്ങനെയെങ്കിൽ ഞങ്ങൾ ആരും കല്യാണം കഴിക്കുന്നില്ല, വിവാഹം കഴിക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞു. എല്ലാവരും ഈ വചനം ഗ്രഹിക്കുന്നില്ല. കൃപ ലഭിച്ചവരല്ല, അല്ലെങ്കിൽ വഹിക്കണം. എന്താണ് എന്നിട്ട് വായിച്ച എന്തുവാണെന്ന്? അമ്മയുടെ ഗർഭത്തിൽ നിന്ന് തന്നെ ഷണ്ടന്മാരായി ജനിച്ച ചിലവരുണ്ട് എന്ന് പറഞ്ഞാൽ അവര് പ്രാപ്തരല്ല വിവാഹ ജീവിതം നയിക്കാൻ വേണ്ടി. അങ്ങനെയുള്ള ചിലവരുണ്ട്. എന്നിട്ട് പിന്നെ മനുഷ്യർ ഷണ്ടന്മാരാക്കിയ ചിലവര് ചിലപ്പോ എന്നിട്ട് പിന്നെ മനുഷ്യർ ഷണ്ടന്മാരാക്കിയ ചിലവര് ചിലപ്പം അവരുടെ ജീവിതകാലത്ത് എന്തെങ്കിലും അപകടങ്ങൾ പറ്റി, എന്തെങ്കിലും പ്രശ്നം വന്നു, അങ്ങനെ അവര് ഷണ്ടന്മാരായി പോയവരുണ്ട്. ചിലവര് പറഞ്ഞു, ദൈവരാജ്യത്തിന് വേണ്ടി ഞങ്ങൾക്ക് വിവാഹം വേണ്ട, ഞങ്ങള് എന്ന് പറഞ്ഞ ചില ഷണ്ടന്മാരുണ്ട്. എന്ന് പറഞ്ഞാൽ അവർക്ക് കുടുംബജീവിതം നയിക്കുവാൻ പ്രാപ്തിയില്ല, അവർക്ക് മക്കളുണ്ടാകാൻ പ്രാപ്തിയില്ല, അല്ലെങ്കിൽ ഒരു ഭാര്യ ഭർത്താവ് ബന്ധത്തിനകത്ത് അവർക്ക് പ്രാപ്തിയില്ല, അല്ലെങ്കിൽ ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കുന്ന നമ്മൾക്കറിയാം ചില പള്ളിയിൽ അച്ഛന്മാരൊക്കെ, അല്ലെ, അല്ലെങ്കിൽ അവർക്ക് വിവാഹ ബന്ധം വേണ്ട, എന്നുവെച്ചാൽ അവർക്ക് ദൈവരാജ്യത്തിനെ സെർവ് ചെയ്യണം, അവർക്ക് ഇങ്ങനെ ഈ റെസ്പോൺസിബിലിറ്റീസ് ഒന്നും വയ്യ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നവരുണ്ട്. അവർ 24 hours 365 days അവര് ദൈവരാജ്യത്തിന് വേണ്ടി തെല്ലുമെങ്ങും ഇരിക്കാതെ ഓടുന്നവരാ. അങ്ങനെ ചെയ്യുന്ന ചിലവരുണ്ട്. കുറിച്ചുള്ളവരെ കുറിച്ച് ദൈവം പറയുക, അങ്ങനെയുള്ളവര് വിവാഹം കഴിക്കാതിരിക്കട്ടെ. അല്ല എങ്കിൽ ഒരിക്കലും തീരുമാനമെടുക്കല്ല്, എനിക്ക് വിവാഹബന്ധം വേണ്ട എന്ന്. ഇന്ന് യേശുവിന്റെ നാമത്തിലെ കർത്താവെ, വിവാഹം വേണ്ട എന്ന് പറഞ്ഞ് നിൽക്കുന്ന കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ കർത്താവെ, ആ ചിന്തകൾ ഇന്ന് പൊളിഞ്ഞു മാറട്ടെ. ചിന്തകൾ ഇന്ന് പൊളിഞ്ഞു മാറട്ടെ. ഹല്ലേലൂയ. അവര് സ്വാർത്ഥത വിട്ടേച്ച്, ഹല്ലേലൂയ, അവര് ദൈവത്തിന്റെ പ്രമാണപ്രകാരം അവര് വിവാഹം കഴിക്കാൻ താല്പര്യപ്പെടുന്നവരായി തീരട്ടെ കർത്താവെ. അതുപോലെ യേശുവിന്റെ നാമത്തില് വിവാഹം കഴിച്ചവരുടെ ഇടയില് 2 കട്ടിലേൽ കിടക്കുന്നവര്, സ്നേഹമില്ലാതെ കിടക്കുന്നവര്, വിവാഹം കഴിച്ചെങ്കിലും വിവാഹം കഴിക്കാത്തവരെ പോലത്തെ കുടുംബജീവിതങ്ങൾ നയിക്കുന്നവര് കർത്താവെ, ഇന്ന് അങ്ങനത്തെ കുടുംബജീവിതങ്ങൾക്കകത്ത് വലിയ സ്നേഹവും സമാധാനവും സ്വസ്ഥതയും ഐക്യതയും കയറി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കൃപ കയറി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തില്. ഹല്ലേലൂയ. കൃപ കയറി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തില്. ഹല്ലേലൂയ. മൂന്നാമത്തെ ഈ കാര്യം, ഈ പോയിന്റും കൂടെ പറഞ്ഞിട്ട് നിർത്താം നമുക്ക്. ഹല്ലേലൂയ. പെർമനന്റ് മാരേജസ്. ഹല്ലേലൂയ. ദൈവം ഉണ്ടാക്കിയത് ദൈവത്തിന്റെ കുടുംബം എന്നേക്കും നിലനിൽക്കാൻ വേണ്ടിയാ.
അതാ മത്തായി സുവിശേഷം 19 അതിന്റെ 6-ാം വാക്യം. സിൻസ് ദേ ആർ, അത് വായിച്ചില്ല അല്ലേ? സിൻസ് ദേ ആർ നോ ലോങ്ങർ ടു ബട്ട് വൺ, ലെറ്റ് നോ വൺ സ്പ്ലിറ്റ് അപ്പാർട്ട് what God has joined together. ഒരു കുടുംബത്തിനകത്ത് ദേഷ്യം വരുമ്പം പറയല്ല് നിങ്ങളെ വിട്ടേച്ച് ഞാൻ പോകുമെന്ന്. പറയല്ല് നിങ്ങൾ ഒറ്റയ്ക്ക് എവിടെയെങ്കിലും ജീവിക്കും, അതിന്റെ ഒരു കാലം വരും. അങ്ങനത്തെ വാക്കുകൾ പറയല്ല് മടുത്തു ഞാൻ ഈ ജീവിതം കൊണ്ട് പറയല്ല്. ഹല്ലേലൂയ. ഇന്ന് അങ്ങനെയൊക്കെ വാക്യങ്ങൾ പറഞ്ഞെങ്കിൽ അതിനെ നിർവീര്യമാക്കി കളയട്ടെ പരിശുദ്ധാത്മാവ്. നിങ്ങളുടെ നാവും കൊണ്ട് പറഞ്ഞെങ്കിൽ നിങ്ങളുടെ നാവും കൊണ്ട് തന്നെ നിങ്ങൾ അതിനെ കെട്ടഴിക്കണം. പറയണം, യേശുവിന്റെ നാമത്തിൽ കർത്താവെ ആ വാക്കുകൾ നിർവീര്യമായി പോകട്ടെ. പറയണം, യേശുവിന്റെ നാമത്തിൽ കർത്താവെ ആ വാക്കുകൾ നിർവീര്യമായി പോകട്ടെ. ഞാൻ ആ വാക്കുകളുടെ കെട്ടുകളെ അഴിക്കുന്നു. കുടുംബത്തിനെ ദൈവം ദാനമായി തന്നത്. ഹല്ലേലൂയ. കല്യാണം കഴിക്കാത്തവർ യോ കുടുംബജീവിതം ഇല്ലല്ലോ എന്ന് പറഞ്ഞ് നടക്കുന്നു. കുടുംബജീവിതം ഉള്ളവർ യോ കല്യാണം കഴിച്ചല്ലോ എന്ന് പറഞ്ഞ് നടക്കുന്നു. ഈ ഇടയ്ക്ക് വെഡിങ് ആനിവേഴ്സറി എന്ന് പറഞ്ഞ് നടക്കുന്നു. ഈ ഇടയ്ക്ക് വെഡിങ് ആനിവേഴ്സറി ഇങ്ങനെ ഞങ്ങളുടെ കൂട്ടത്തിൽ വർക്ക് ചെയ്യുന്ന ചിലവര് സെലിബ്രേറ്റ് ചെയ്തപ്പോൾ അവർ പറയാ, ഓ എന്തോ പറയാനാ, 33 വർഷമായി ചിലവരെയൊക്കെ കൊണ്ട് നടക്കുന്നു. അയ്യോ, ഞാൻ ഓർത്ത് എൻ്റെ കർത്താവേ എന്ന് ഞാൻ ഓർത്തു. ഒരിക്കലും അങ്ങനെയൊന്നും പറയാൻ ഇടയാകല്ലേ. ഹല്ലേലൂയ. എപ്പോഴും ദൈവം ദാനമായി തന്ന കുടുംബം ദൈവം ഇത് എന്നേക്കുമായിട്ട് ആക്കി വെച്ചത്. സ്വർഗത്തിൽ നമ്മൾ ചെല്ലുമ്പോൾ ഭാര്യയും ഭർത്താവും ഒന്നുമല്ല. പക്ഷേ ഈ ഭൂമിയിൽ ദൈവം നമുക്ക് ഒറ്റയ്ക്ക് നിന്നാൽ നമുക്കൊന്നും നേടാൻ പറ്റത്തില്ല. പക്ഷെ ഒരുമിച്ച് നിന്നാൽ എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാം. ഒരുമിച്ച് നിൽക്കാൻ വേണ്ടിയാ ദൈവം ആക്കി വെച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ മുഖം വെളിപ്പെടുന്നത് കുടുംബത്തിനകത്ത്. ദൈവരാജ്യം വെളിപ്പെടുന്നത് കുടുംബത്തിനകത്ത്. ഒന്ന് നോക്കിക്കേ, ഓരോ അണുകുടുംബവും ദൈവം പറയുന്ന വ്യവസ്ഥ പ്രകാരം യോജിച്ച് ഐക്യതയോടെ ദൈവമഹത്വം വെളിപ്പെട്ട് ജീവിക്കുവാണെങ്കിൽ അതിനകത്തുണ്ടാവുന്ന തലമുറകൾ എത്ര അനുഗ്രഹിക്കപ്പെട്ട തലമുറകള്. തമ്മിൽ വിട്ടുകൊടുത്ത് ക്ഷമിച്ച്, സാരമില്ല എന്റെ ശരീരം അത് പറഞ്ഞത്, സാരമില്ല എന്ന് പറഞ്ഞ് വിട്ടുകൊടുക്കാമെങ്കിൽ എത്ര ഐശ്വര്യം ആ കുടുംബത്തിനകത്ത് കയറി വരും. ഹല്ലേലൂയ. എത്ര അനുഗ്രഹിക്കപ്പെടും തലമുറകള്, എത്ര അനുഗ്രഹിക്കപ്പെടും സമൂഹങ്ങള്, എത്ര അനുഗ്രഹിക്കപ്പെടും രാജ്യങ്ങള്, എത്ര അനുഗ്രഹമായി തീരും. ഹല്ലേലൂയ. ഓരോ അണുകുടുംബവും അനുഗ്രഹിക്കപ്പെടുമ്പോ, ഓരോ അണുകുടുംബം തകരുമ്പോ അതിനകത്തുനിന്ന് വരുന്ന കുഞ്ഞുങ്ങള് രോഗിയായ കുഞ്ഞുങ്ങളായിരിക്കും. അവര് ഭീരുക്കളായി തീരും. അവര് മറ്റാരെയും ഉൾക്കൊള്ളാത്തവരായി തീരും. ഹല്ലേലൂയ. കുടുംബജീവിതം തകർക്കാൻ എളുപ്പമാ. സ്തോത്രം. വേഗത്തിൽ കുടുംബജീവിതങ്ങളെ തകർത്ത് കളയാൻ എളുപ്പമാ. സ്തോത്രം. വേഗത്തിൽ കുടുംബജീവിതങ്ങളെ തകർത്ത് കളയാൻ സാധിക്കും. പക്ഷെ ഇന്ന് തമ്മിൽ ഒന്ന് വിട്ടുകൊടുത്ത്, ഒന്ന് ക്ഷമിച്ച്, ഒന്ന് സ്നേഹിക്കാമെങ്കിൽ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടും. 1 കൊരിന്ത്യരുടെ ലേഖനം 7-ാം അധ്യായം അതിന്റെ 12 തൊട്ട് 16 വരെയുള്ള വാക്യങ്ങള്, 1 കൊരിന്ത്യരുടെ ലേഖനം വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുക, ഒരാള് ക്രിസ്തുവിനെ അറിഞ്ഞ്, എന്നിട്ട് ഫോർ എക്സാമ്പിൾ ഭർത്താവ് ക്രിസ്തുവിനെ അറിഞ്ഞു, ഭാര്യ ക്രിസ്തുവിനെ അറിഞ്ഞില്ലെങ്കിൽ ഈ ഭർത്താവ് അറിഞ്ഞ മൂലം ആ കുടുംബം വിശുദ്ധീകരിക്കപ്പെടും. ഈ ഭർത്താവിന്റെ സ്വഭാവം കണ്ട് ഭാര്യ ക്രിസ്തുവിലേക്ക് വരും. മറിച്ചും അതെ, ഭാര്യ ക്രിസ്തുവിൽ വന്നാല് വിശ്വാസമില്ലാത്ത ഭർത്താവ് അനുഗ്രഹിക്കപ്പെടും. അയാളും വിശ്വാസത്തിലേക്ക് വരും. കുറച്ച് നാളെടുത്താലും മാറ്റങ്ങൾ സംഭവിക്കും. തീർച്ചയായിട്ടും മാറ്റങ്ങൾ സംഭവിക്കും. ദൈവ മുഖാന്തരങ്ങൾ ഉണ്ടാക്കും. ആ കുടുംബം അനുഗ്രഹിക്കപ്പെടും. അതിനകത്തുനിന്ന് വരുന്ന തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. നമ്മള് പിടിച്ചു നിൽക്കുന്നവരായി തീരണം. ഹല്ലേലൂയ. ഇന്ന് ഒറ്റയ്ക്കൊക്കെ കർത്താവിനെ അറിഞ്ഞ് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഇറങ്ങിയ അവരോട് ഞാൻ പറയട്ടെ, നിങ്ങൾ മൂലം നിങ്ങളുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ദൈവം സ്വർഗത്തിൽ ഉണ്ടാക്കിയ വിവാഹങ്ങളാണ് നമ്മൾ പറ്റിയതല്ല. ഹല്ലേലൂയ. ദൈവത്തിന് ഒരിക്കലും തെറ്റ് പറ്റത്തില്ല. സ്തോത്രം. അത് ഉറപ്പാ. ഹല്ലേലൂയ. ദി പെർമനന്റ് മാരേജസ് എവിടെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടോ, നിന്നെ വിട്ടേച്ച് ഞാൻ പോകും, എനിക്ക് നിന്നെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? എവിടെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, അയ്യോ ഇവളെ കെട്ടണ്ടായിരുന്നു, അയാളെ കെട്ടണ്ടായിരുന്നു, വേറെ വല്ലവരെയും ചിന്തിച്ചിട്ടുണ്ടോ, അയ്യോ ഇവളെ കെട്ടണ്ടായിരുന്നു, അയാളെ കെട്ടണ്ടായിരുന്നു, വേറെ വല്ലവരെയും കെട്ടാമായിരുന്നു, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കണ്ടപ്പോ അയ്യോ അത് മതിയായിരുന്നു, വേറെ ആരുടെങ്കിലും കുടുംബജീവിതം കണ്ടിട്ട് അയ്യോ എന്റെ കുടുംബം ഇങ്ങനെയാണല്ലോ, ഈ കുടുംബജീവിതം എത്ര നല്ലത്, ഇങ്ങനത്തെ ഒരു കുടുംബജീവിതം എനിക്ക് കിട്ടിയില്ല,
പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ ഓർത്തിട്ടുണ്ടോ? ഇന്ന് കർത്താവിനോട് പറഞ്ഞേ, സോറി കർത്താവെ, എന്നോട് ക്ഷമിക്കണം. ഹല്ലേലൂയ. നല്ലതാ, എനിക്ക് തന്ന ജീവിത പങ്കാളി ഏറ്റവും നല്ലതാ കർത്താവെ. എവിടെയെങ്കിലും ഒക്കെ വാക്കുകൾ പറഞ്ഞിട്ടുണ്ടോ, നിന്നെ വിട്ടേച്ചു പോകും, നിങ്ങളെ വിട്ടേച്ചു പോകും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ? യേശുവിന്റെ നാമത്തിൽ ഇന്ന് ആ വാക്കുകൾ നിർവീര്യമായി പോകട്ടെ. എവിടെയെങ്കിലും ഒക്കെ ഡൈവോഴ്സ് ചിന്തിച്ചിട്ടുണ്ടോ? ബന്ധം വേർപെടുത്തണമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എവിടെയെങ്കിലും ആർക്കേലും ഒക്കെ കൂട്ടു നിന്നിട്ടുണ്ടോ? അവരോട് എവിടെയെങ്കിലും ആർക്കേലും ഒക്കെ കൂട്ടു നിന്നിട്ടുണ്ടോ? അവരോട് പറഞ്ഞിട്ടുണ്ടോ, ആ അല്ലേലും അതെ, വിട്ടേച്ച് പോകുന്നതാ നല്ലത്, നീ മാറി ജീവിക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ? ഇന്ന് കർത്താവിനോട് ക്ഷമ ചോദിക്കുക, ക്ഷമ കർത്താവിനോട് പറയാ, എന്നോടൊന്ന് ക്ഷമിച്ചേ എന്ന് പറഞ്ഞേ. ഹല്ലേലൂയ. കുടുംബങ്ങളെ യോജിപ്പിക്കുന്നവരായി തീരട്ടെ. ഹല്ലേലൂയ. കർത്താവെ അനുഗ്രഹിക്കുന്നു. ഇന്ന് കർത്താവെ കുടുംബജീവിതത്തിന് വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്ന തലമുറകളുണ്ട് കർത്താവെ. ഹല്ലേലൂയ. ചില കുടുംബങ്ങൾക്കകത്തൊക്കെ ഹല്ലേലൂയ ഏകയായി പോയവരുണ്ട് കർത്താവെ. അതൊന്നും അടുത്ത തലമുറയ്ക്കകത്തേക്ക് കേറാതെ വണ്ണം അങ്ങ് സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. തക്ക തുണകളെ അങ്ങ് കൊടുക്കണം. ഇന്ന് ഞങ്ങൾ വെറും 3 പോയിന്റുകളെ ഞങ്ങൾ കണ്ടുള്ളൂ കുടുംബജീവിതത്തിനെ. ദൈവം പ്രമാണിച്ച കുടുംബജീവിതങ്ങള്. ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഇടയിൽ അനേക കുഞ്ഞുങ്ങളുണ്ട് കർത്താവെ. ഞങ്ങളുടെ കാഞ്ചന ചേച്ചിയുടെ മോള്, സാലി ചേച്ചിയുടെ മോള്, ബീന ചേച്ചിയുടെ മകന്, മേരി ആന്റിയുടെ 2 മക്കള്, നിഷ സിസ്റ്ററിന്റെ ഇളയ മോള്, ലിസി ആന്റിയുടെ 2 കുഞ്ഞുങ്ങള്, മനുജയുടെ മോള്, ചിന്നമ്മ ആന്റിയുടെ മോള്, രണ്ടാമത്തെ മൂത്ത മകള്, ഞങ്ങളുടെ റോബിൻ കല്യാണം ആഗ്രഹിച്ചിരിക്കുന്നു കർത്താവ്. ഞങ്ങളുടെ പ്രിയ സിസ്റ്ററിന്റെ മോള്, ഷൈനി സിസ്റ്ററിന്റെ മോൻ ആൽവിന്, ആനിസ് ആന്റിയുടെ മകള് കർത്താവെ. ഹാലി ഇങ്ങനെ ഞങ്ങൾ പേര് പറയാത്ത ലിസി ആന്റിയുടെ മക്കള് ഹാലി, ഞങ്ങൾ പേര് പറയാത്തവരൊക്കെ ഇതിന്റെ ഇടയിൽ കാണും. ഞങ്ങളുടെ റിച്ചു, ഹല്ലേലൂയ കർത്താവെ, ഇവരെയൊക്കെ ഈ ദിവസങ്ങളിൽ അങ്ങനെയൊക്കെ ഇതിന്റെ ഇടയിൽ കാണും. ഞങ്ങളുടെ റിച്ചു, ഹല്ലേലൂയ കർത്താവെ, ഇവരെയൊക്കെ ഈ ദിവസങ്ങളിൽ അങ്ങ് അനുഗ്രഹിക്കണം കർത്താവെ. ഇവർക്കൊക്കെ തക്ക തുണകളെ അങ്ങ് കൊടുക്കണം കർത്താവെ. ഹല്ലേലൂയ. അങ്ങ് യോജിച്ച ജീവിത പങ്കാളികളെ ഇവർക്ക് ഈ ദിവസങ്ങളിൽ കൊടുക്കണം കർത്താവെ. ഈ വരുന്ന ജൂൺ മാസത്തിനകം ഞങ്ങൾ ചില നടക്കാത്ത കല്യാണം കേൾക്കാൻ ഇടയാകണം കർത്താവെ. സ്വർഗം നിയമിച്ച് വിവാഹങ്ങൾ നടത്തണം കർത്താവെ. അതുപോലെ കുടുംബ ജീവിതങ്ങൾക്കകത്ത് അസ്വസ്ഥത അനുഭവിക്കുന്ന കുടുംബങ്ങൾ ഈ ദിവസങ്ങളിൽ യോജിച്ച് ഐക്യതയുള്ളതും സ്നേഹമുള്ളതുമാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കുടുംബങ്ങളെ, അവരവരുടെ കുടുംബങ്ങളെ യേശുവിന്റെ രക്തം കൊണ്ടൊന്ന് മുദ്രയിട്ട് മറച്ചൊന്ന് പ്രാർത്ഥിച്ചേ. യേശുവിന്റെ നാമത്തിലെ കർത്താവെ, ഞങ്ങളുടെ കുടുംബത്തിനെ ഞങ്ങള് യേശുവിന്റെ രക്തം കൊണ്ട് മുദ്രയിട്ട് മറച്ചു പ്രാർത്ഥിക്കുന്നപ്പ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, വേര് പിടിക്കട്ടെ. അതിനകത്തുനിന്ന് വരുന്ന തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. കല്യാണം കഴിച്ച കുഞ്ഞുങ്ങള്, അവരുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഹല്ലേലൂയ. നല്ല തലമുറകളും ഒക്കെ അനുഗ്രഹമായി തീരട്ടെ. വേര് പിടിക്കുന്ന തലമുറകളായി തീരട്ടെ. ദേശങ്ങൾ മാനിക്കുന്ന കുടുംബങ്ങളായി തീരട്ടപ്പാ.